ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മൻ കല്യാണത്തിന് നേരത്തെ ഹോട്ടലിൽ നിന്ന് ആ ജോലിക്കാരിയെ വിളിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് അവിടുത്തെ ജോലിക്കാരിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ വനജ എന്ന് പറയുന്ന ജോലിക്കാരി പറയുന്നുണ്ട്, ആ കുട്ടി ഇപ്പോൾ വരുന്നില്ല, അതിനെന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ ആവോ അതും അറിയില്ല, ഇപ്പോൾ എന്തായാലും വരുന്നില്ല. എന്നാൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ തരാവോ എന്ന് ധർമ്മൻ ചോദിക്കുകയാണ്. അപ്പോൾ വനജ പറയാണ്, ഫോൺ നമ്പർ എന്തിനാണ് ചേട്ടാ എന്ന് ചോദിക്കേണ്ടത്. അതേ, എന്തായാലും കല്യാണത്തിന് എനിക്ക് ക്ഷണിക്കണം, പിന്നെ എന്തേലും ഒന്ന് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, ചേട്ടൻ്റെ പുണ്യമായ മനസ്സ്, നല്ലത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ നമ്പർ ധർമ്മൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്, ദേവിയുടെ നമ്പർ. അതും കൊണ്ട് നേരെ ബാലനോട് വന്ന് സംസാരിക്കുകയാണ്. അളിയാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ, നിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് ആശങ്ക നിനക്ക് തീർന്നില്ലേ? നിൻ്റെ അമ്മ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാക്ക് തന്നിട്ടുണ്ട്, നിൻ്റെ ഏട്ടന്മാർ ഈ കല്യാണം മുടക്കില്ല എന്നുള്ളത്. പിന്നെ നീ എന്തിനാ പേടിക്കണം? എനിക്ക് പേടിയൊന്നുമില്ല അളിയാ. അളിയനും ചേച്ചിയും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്, അതുപോലെ അമ്മ തന്ന ധൈര്യം മതി, എനിക്ക് അത്രയും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗോമതി സ്റ്റോറിൻ്റെ അവിടെ നിന്ന് സാധനം എടുക്കുന്ന ആ ഹോട്ടൽ, അവിടെ ഞാൻ അന്ന് പോയപ്പോഴത്തേക്കിനും ഒരു കൊച്ചിനെ കണ്ടായിരുന്നല്ലോ, അവിടെ പുതിയതായിട്ട് വന്നത്, അച്ഛനും അമ്മയൊക്കെ സുഖമില്ലാണ്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കൊച്ചിൻ്റെ കാര്യം പറയാനാ. എന്താടാ ധർമ്മ? അല്ല, അതിനെ കൂടെ നമുക്ക് കല്യാണത്തിന് ക്ഷണിക്കണം. അതിനെന്താ, ക്ഷണിക്കാമല്ലോ, നിനക്ക് അവിടെ പോയി ക്ഷണിച്ചൂടെ? അതല്ല അളിയ, ഇപ്പം അവിടെ ഇല്ല, അത് ജോലി നിർത്തിയെന്നാ പറയണേ. ഇത്രയും പ്രാരാബ്ദമൊക്കെ ആയിട്ടും ജോലി നിർത്തിയോ? എന്താ കാര്യം? അത് അറിയാൻ വയ്യ. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിൻ്റെ ആഗ്രഹം എന്താ? കല്യാണത്തിന് വിളിക്കണമെന്ന്. കല്യാണത്തിന് വിളിച്ചാൽ മാത്രം പോരാ, വരുമ്പോഴേ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പോൾ പൈസയും സമ്മാനങ്ങളൊക്കെ തരുമല്ലോ, സ്വർണ്ണമായിട്ടോ പണമായിട്ടോ ഒക്കെ. അപ്പോൾ അത് നമുക്ക് ആ കുട്ടിയെ കൊടുത്താൽ അതിൻ്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കാവും. അങ്ങനെയെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണത്. പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളൊക്കെ തീരുമല്ലോ. അതങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യടാ ധർമ്മ, നമുക്ക് നേരിട്ട് പോയി തന്നെ ക്ഷണിക്കാം എന്ന് പറയാട്ടോ. ഫോൺ നമ്പറൊക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ, നമുക്ക് വീട് അന്വേഷിച്ച് പോകാം. അങ്ങനെ ധർമ്മൻ ദേവിയുടെ കാര്യമൊന്നും പോലും അറിയാതെ വിചാരിച്ചിരിക്കാട്ടോ. അങ്ങനെ കല്യാണം തകൃതിയായിട്ട് നടക്കാനുള്ളതായി എല്ലാവരും വിളിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഉദയഭാനുവാണെങ്കിൽ ഒരു വശത്ത് നെട്ടോട്ട് ഓടുന്നുണ്ട് കേട്ടോ. 25 ലക്ഷമാണ് ബാലന് കൊടുക്കേണ്ടത് തൽക്കാലത്തേക്കും. 2 ദിവസത്തിനകം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കാം. എവിടെ ഓടും? ബാലൻ്റെ മുന്നിലെങ്ങാനും ചെന്ന് പെടാൻ പറ്റുമോ? അതങ്ങനെ. പിന്നെ നമ്മുടെ ദേവി, ആനന്ദിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല, ആകെ പെട്ടുപോയിരിപ്പുണ്ട്. അങ്ങനെ ആ സമയത്താണ് അവിടെ കല്യാണ ആഘോഷങ്ങൾക്കിടയിൽ കൂടെ ധർമ്മം എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ രഹസ്യം അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിന്ന് ആ പെങ്കൊച്ചിനെ കൂടെ കല്യാണത്തിന് ക്ഷണിക്കണമെന്നും കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം കൊടുക്കണമെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണമെന്നും ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഇത് കേട്ട് ദേവിയും ആനന്ദും ഞെട്ടിത്തരിച്ചു പോവാട്ടോ. ദേവി തന്നെയാണ് ആളെന്നുള്ളത് ആനന്ദിന് മാത്രമല്ലേ അറിയൂ, വേറെ ആർക്കും അറിയില്ലല്ലോ. ആകെ പെട്ടുപോയി. ആ നമ്പർ ബേസ് ചെയ്ത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ദേവിയാണെന്നെങ്ങാനും ബാലൻ കണ്ടെത്തിയാൽ അവിടെ തീർന്നു അടുത്തത്. ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ. പിന്നെ നമ്മുടെ ഗോമതിയുടെ നല്ല ഡാൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണല്ലോ ധർമ്മൻ്റെ വിവാഹം. അതിൻ്റെ കാര്യമായിട്ടാണ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി നാളെ രാവിലെ വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്